ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ദാരിദ്ര്യം കാരണം ജോലിക്ക് പോയ നിങ്ങളുടെ 13 വയസ്സുകാരിയായ മകൾ 18 വർഷത്തിനു ശേഷം തിരികെ വരുന്നത് ഒരു പെട്ടിയിലെ കുറച്ച് അസ്ഥികളായിട്ടാണെങ്കിൽ. അതായിരുന്നു സഫിയ. കേരളത്തെയും കർണാടകത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ നീതി പോരാട്ടത്തിന്റെ അന്ത്യമാണിത്. 2006-ൽ ഗോവയിലെ ഒരു വീട്ടിൽ ജോലിക്കെത്തിയ സഫിയയെ ആ വീട്ടുടമസ്ഥൻ തന്നെ കൊന്നുതള്ളി. ആ കുഞ്ഞു ശരീരത്തോടയാൾ കാണിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. തെളിവ് നശിപ്പിക്കാനായി ആ പിഞ്ചു ശരീരം വെട്ടിമുറിച്ചു. ഗോവയിലെ ഒരു ഡാമിന് സമീപം കുഴിച്ചുമൂടി. ശേഷം അവൾ എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് പറഞ്ഞ് അവർ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചു. അവളുടെ മാതാപിതാക്കൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നീണ്ട വർഷങ്ങളിലെ പോരാട്ടങ്ങൾക്കും ജനകീയ പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ക്രൈംബ്രാഞ്ച് ആ സത്യം പുറത്തുകൊണ്ടുവന്നു. പ്രതിക്ക് അർഹമായ ശിക്ഷ കോടതി വിധിച്ചു. എങ്കിലും സഫിയയുടെ അസ്ഥികൾ വീണ്ടും 18 വർഷം ഒരു ലാബിലെ ഇരുളടഞ്ഞ പെട്ടിയിൽ നീതിക്കായി കാത്തിരുന്നു. നിയമത്തിന്റെ നൂലാമാലകൾ അറുത്തുമാറ്റി അവളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാൻ അവളുടെ ഉപ്പയും ഉമ്മയും വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ 2024 നവംബറിൽ അവൾ സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 31 വയസ്സ് തികയേണ്ട ആ പെൺകുട്ടി ഇന്ന് ഒരു പിടി അസ്ഥികളായി മാറിയിരിക്കുന്നു. ദാരിദ്ര്യമൊരു ശാപമാകുന്ന നമ്മുടെ സമൂഹത്തിൽ സഫിയമാർ ഇനിയുമുണ്ടാകരുത്. സഫിയയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.